Hello everyone. അപ്പോൾ എല്ലാവരും കീം എക്സാമിന് വേണ്ടിയിട്ട് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. നമ്മുടെ എക്സാം ഏപ്രിലാണ് വരുന്നത്. സോ അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എൻട്രൻസ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്തതിന് ശേഷം എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ സീരീസാണ് എൻഡ് റൂട്ട് എന്ന് പറയുന്നത്. സോ എൻഡ് റൂട്ടിൽ നമ്മളിനി അടുത്ത എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ പരിചയപ്പെടാൻ പോവുകയാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടാണ്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? കൺസ്ട്രക്ഷൻ ആണ് അല്ലേ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മളെ വീട് വെക്കാൻ പോകുന്നതിന് മുന്നേ ആദ്യം കാണുന്നത് എന്താണ്? ഒരു എഞ്ചിനീയറിനെ കാണാൻ പോകും അല്ലേ. എന്തിനാണ്? നമുക്ക് വീട് വെക്കാൻ ഒരു കറക്റ്റായിട്ടൊരു പ്ലാൻ വേണം. സോ അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയാവുന്നത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റി മാത്രമാണ്. പക്ഷേ അങ്ങനെയാണോ? അല്ല. അത് മാത്രമല്ല നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്, മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഈ ഒരു സോഷ്യൽ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബിൽഡിങ്ങുകൾ മാത്രമല്ല, ബ്രിഡ്ജസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എയർപോർട്ട് വരുന്നുണ്ട്, റോഡുകൾ വരുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ ഒരു പാർട്ടാണ് എന്ത്? നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഇപ്പം ബിൽഡിംഗ് വെച്ച് കഴിയുമ്പോൾ അതുപോലെ വേറൊരു രീതിയാണ് ആർക്കിടെക്റ്റ് അല്ലേ. നിങ്ങൾ ആർക്കിടെക്ചറിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം? അതിനെപ്പറ്റി നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കാം. സോ അതിനുശേഷം ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. സോ ഇതെല്ലാം നമ്മളുടെ എന്താണ്? നമുക്കൊരു ഹോം അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആർക്കിടെക്ചറും അതേപോലെയുള്ള നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ വരുന്നത്. സോ സിവിൽ എഞ്ചിനീയറിംഗിൽ ഇത് മാത്രമല്ല ഉൾപ്പെടുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. സോ അപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തന്നെയാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഡ്രോയിങ്ങിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആപ്റ്റായ ഒരു ബ്രാഞ്ച് തന്നെയായിരിക്കും. അതുപോലെ മാത്തമാറ്റിക്സിനും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു ആപ്റ്റായ ബ്രാഞ്ച് തന്നെയായിരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലും എന്തുണ്ട്? സിവിൽ എഞ്ചിനീയറിംഗിന് സീറ്റുകളുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ പഠിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്ന മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചാണ് എന്ത്? കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? സോ ഇതിലും ആദ്യമായിട്ട് വരുന്നത് എന്താണ്? പ്ലാനിങ് ആണ്. നമ്മളൊരു കാര്യം പണിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു പ്ലാനിങ് വേണം. പ്ലാനിങ് മാത്രം ഉണ്ടായാൽ മതിയോ? അല്ല. അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? മണി വേണം. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഉണ്ടായാൽ മാത്രം മതിയോ? അല്ല. അതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതിയോ? അല്ല. അതിനെ സൂപ്പർവൈസ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ കോർ സബ്ജക്റ്റിനകത്ത് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന മെയിനാണ് എൻവയറമെൻ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്യുവർലി കൺസ്ട്രക്ഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുന്നു, ഒരു എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്തും ആയിക്കോട്ടെ. സോ ഇതെല്ലാം എന്താണ്? നമ്മുടെ എൻവയറമെൻറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് അല്ലേ. സോ അപ്പോൾ അതിന് നമ്മുടെ റിസോഴ്സുകളെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം വാട്ടർ റിസോഴ്സിനെ യൂസ് ചെയ്യണം, ലാൻഡ് റിസോഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ മറ്റു പല നമ്മുടെ എൻവയറമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് എന്താ? നമ്മുടെ എൻവയറമെൻ്റൽ, അല്ലെങ്കിൽ ബ്രാഞ്ച് അല്ല, അതിൻ്റെ ഒരു കോർ സബ്ജക്റ്റാണ് എന്ത്? എൻവയറമെൻ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. സോ ഫ്ലൂയിഡ് ഫ്ലോയിനെ പറ്റിയും അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് നിങ്ങൾ ഈ സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കുന്നത്. ഇനി അതുപോലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. സോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനകത്ത് ശരിക്കും എന്താ പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയത്തിനുള്ള മേക്കിംഗ് ആണ്. സോ ഈ മീഡിയം എന്ന് പറഞ്ഞത് ഏത് മാത്രമാണ്? റോഡ് മാത്രമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷേ റോഡ് മാത്രമല്ല അതിൽ വരുന്നത്. നമുക്ക് എയർപോർട്ട്സ്, അതേപോലെ റെയിൽവേ സ്റ്റേഷൻസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്കറിയാം ഒരു ഹില്ലി ഏരിയയിൽ ഒരു എയർപോർട്ട് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കൊങ്കൺ റെയിൽവേസിൽ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു മലനിര ഇടിച്ച് നിരത്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ റെയിൽവേ ട്രാക്സുകളൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു മികവ് തന്നെയാണ്. നമുക്കറിയാം ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം എഞ്ചിനീയറാണ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പാമ്പൻ ബ്രിഡ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന കാര്യം തന്നെയാണ്. സോ ഈ ഒരു സബ്ജക്റ്റിനകത്ത് നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സർവേയിങ് ആണ്. നമുക്കറിയാം നമ്മൾ വെറുതെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നേരെ അങ്ങ് പോയി നമുക്കൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തിൻ്റെ
അളവുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സർവേയിങ്, ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സർവേയിങ് ചെയ്യണം. സോ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവേയിങ്, അതുപോലെ അല്ല അതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നത്. ഇനി അടുത്തത് വരുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. നമുക്കറിയാം ഒരു ബിൽഡിംഗ് ചുമ്മാ ഉണ്ടാക്കാൻ പറ്റുമോ, അതിന് വേണ്ട റിസോഴ്സസ് നമുക്ക് വേണം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേണം. സോ അതിൽ വരുന്ന കാര്യങ്ങളാണ് വുഡ് അല്ലേ, അതുപോലെ തന്നെ സ്റ്റീല്, ദെൻ കോൺക്രീറ്റ്, ദെൻ സിമെൻറ്റ്, ബ്രിക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ്, ഇതിനെ നമ്മൾ റോ ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അതോ ഇനി വീണ്ടും എന്തെങ്കിലും നമ്മൾ ഇതിലെന്തെങ്കിലും ടെക്നിക്കലി യൂസ് ചെയ്തിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു ബ്രാഞ്ചാണ് എന്ത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. ദെൻ അടുത്ത നോക്കുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് ഉള്ള പരിപാടികളാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സിനെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത്. ഇത് കൂടാതെ മറ്റ് പല കോർ ബ്രാഞ്ചസും ഉണ്ട്. സോ അതിലൊന്നാണ് മെക്കാനിക്സ്, അതേപോലെ സ്ട്രക്ചറൽ അനാലിസിസ്. നമുക്കിപ്പോൾ അറിയാം നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മോൾവശം കോൺക്രീറ്റ് ചെയ്യും, ചിലരെന്ത് ചെയ്യും ഓടിടും, ചിലരെന്ത് ചെയ്യും ട്രസ് വർക്കുകൾ ചെയ്യും അല്ലേ. അപ്പോൾ അതിനൊക്കെ എന്തുണ്ട്, ചുമ്മാ നമുക്ക് തോന്നിയ പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള എന്ത് ചെയ്യണം, സ്ട്രക്ചറൽ അനാലിസിസ് നമ്മൾ നടത്തണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില റോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ എപ്പോഴും ഇടിഞ്ഞ് വീഴുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. സോ അപ്പം ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അനാലിസിസ് അതിൽ നടത്തിയാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതിനുശേഷം നമുക്ക് വരുന്നത് സോയിൽ മെക്കാനിക്സ് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ഡ്രോയിങ് ആണ്. സോ പണ്ടൊക്കെ പെന്നും പേപ്പറും ഉപയോഗിച്ച് മാത്രമായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ വീട്ടിൽ എപ്പോഴും നമുക്കൊരു ഡ്രോയിങ് ഷീറ്റും കാണാം, അതുപോലെ ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റും കാണും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കാര്യം മാറി, ഇന്ന് സോഫ്റ്റ്വെയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രോയിങ് ചെയ്യുന്നത്. സോ നിങ്ങൾ പഠിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഓട്ടോക്യാഡ് എന്ന് പറയും. ഓട്ടോക്യാഡിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ, ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റിലാണോ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര മെഷർമെൻറ്റിലാണ് നമ്മളൊരു സംഭവം കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം യൂസ് ചെയ്ത് നോക്കുന്നത് എവിടെയാണ്, നമ്മൾ ഈ ഓട്ടോക്യാഡ് യൂസ് ചെയ്താണ് അതിനെ വരയ്ക്കുന്നതും അനാലിസിസ് നടത്തുന്നതും. സോ ഈ സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളതും വലിയ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഈ പഠിത്തത്തിൽ നമുക്ക് സ്കില്ലും കൂടി ഉണ്ടായിരിക്കണം. ഡ്രോയിങ് ഒരു സ്കില്ല് ഉണ്ടാവണം, അതുപോലെ മാത്തമാറ്റിക്സിനോടും ഒരു താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തന്നെ എന്തുണ്ട് നമുക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ മറ്റുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് എന്താണ്, ഒരു കൺസ്ട്രക്ഷൻ വൈസ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ വൈസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജോലി സാധ്യത. ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഏതൊക്കെ റോളാണ് നമുക്ക് ജോബ് പ്രൊഫൈൽസ് ആയിട്ട് വരുന്നത്. സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആ റോള് തന്നെ നമുക്ക് കിട്ടും. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ സാധിക്കും. സോ അപ്പോൾ അങ്ങനെ നമുക്ക് സെൽഫായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. പിന്നെ സൈറ്റ് സൂപ്പർവൈസർ, സൈറ്റ് എഞ്ചിനീയർ എന്നീ റോളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വഹിക്കാൻ പറ്റുന്നതാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലേക്കൊക്കെ നമുക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേയ്മെൻറ്റോടുകൂടി തന്നെ നമുക്ക് ജോലികൾ ലഭിക്കുന്നതാണ്. ദെൻ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. മേ ബി നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സോ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കീഴിൽ നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് അക്വയർ ചെയ്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല പ്രൊഫൈലിലേക്ക് പോകാൻ സാധിക്കുന്നത്. സോ വളരെ നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ്. നമുക്ക് എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തന്നെയാണ്. നിങ്ങൾക്കറിയാം കൺസ്ട്രക്ഷൻസ് ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലേ. സോ മനുഷ്യനുള്ളിടത്തോളം കാലം കൺസ്ട്രക്ഷൻസും അതുപോലെയുള്ള പുതിയ പുതിയ ഡിസൈൻസും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും. സോ അപ്പം നമുക്കറിയാം നമ്മുടെ പഴയ താജ്മഹൽ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ കാണുന്നുണ്ട് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തന്നെയാണ്. സോ നിങ്ങൾക്കും ഈ ഒരു ഫീൽഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകൾ എന്ത് ചെയ്യാം പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ആപ്റ്റായ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തന്നെ നിങ്ങളെ ചൂസ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.